Good morning to all. Today I am going to teach women entrepreneurship, reasons for slow growth of women entrepreneurship, challenges or problems of women entrepreneurship. First we start with the meaning of woman entrepreneur. Woman entrepreneur may be defined as a woman or a group of women who initiate, organize and run a business enterprise. അതായത് ഒരു വുമൺ ഓണ്ടർപ്രനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യുക, ഒരു ബിസിനസ് ഇനീഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ റൺ ചെയ്യുന്നത് ഒരു വുമൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വുമൺ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ വുമൺ ഓണ്ടർപ്രനർ എന്ന് പറയുന്നത്. Woman entrepreneur may be defined as a woman or group of women who initiate, organize and run a business enterprise. According to Luhli A. Alice, woman entrepreneurship is based on woman participation in equity and employment of a business enterprise. Woman entrepreneurship is based on woman participation in equity. ക്യാപിറ്റലിൽ വുമണിനുള്ള പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ബിസിനസ് എൻ്റർപ്രൈസിലുള്ള എംപ്ലോയ്മെൻറ്റ് അതിനൊക്കെയാണ് നമ്മൾ വുമൺ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. വുമൺ ഓണ്ടർപ്രണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ഇക്വിറ്റി. വുമണിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇക്വിറ്റി അതായത് ക്യാപിറ്റലിലുള്ള വുമണിൻ്റെ പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് അതായത് ഒരു ബിസിനസ്സിൽ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക ബാക്കിയുള്ളവർക്ക്. അങ്ങനെ ഒരു ഓണ്ടർപ്രണർഷിപ്പിനെയാണ് നമ്മൾ വുമൺ ഓണ്ടർപ്രണർഷിപ്പ്. അപ്പോൾ എന്താണ് വുമൺ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ? വുമൺ ഓണ്ടർപ്രണർ മേ ബി ഡിഫൈൻഡ് ആസ് എ വുമൺ or group of women who initiate, organize and run a business enterprise. Next, we move to the reasons for slow growth of women entrepreneurship in Kerala. First, unfavorable family background. നമുക്കറിയാം ഒരു വുമൺ ഓണ്ടർപ്രണറിന് അഡിക്കേറ്റഡ് ഉള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ബാങ്കിൽ ചെന്നാലും ഒരു വുമൺ ഓണ്ടർപ്രണറിന് അവർക്ക് ഇപ്പോൾ ഒരു ലോണിന് അപ്ലൈ ചെയ്ത് അത് കിട്ടാനുള്ള സാഹചര്യം കുറവാണ്. അതുപോലെ തന്നെ അത് ഫെയിലിയർ ആവുമെന്ന് വിചാരിച്ച് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും അൺഫേവറബിൾ ആയിട്ടുള്ള സപ്പോർട്ടാണ് കിട്ടുക. ഇത് വുമൺ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അൺഫേവറബിൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. സെക്കൻഡ്, ലാക്ക് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ. അതായത് ഇപ്പം നമുക്കറിയാം വുമൺ ഓണ്ടർപ്രണറിന് മെയിൽ ഓണ്ടർപ്രണറിനേക്കാളും ബിസിനസ്സിലുള്ള എഡ്യൂക്കേഷൻ കുറവാണ്. അപ്പോൾ അവർ റൺ ചെയ്യുമ്പോൾ ഫെയിലിയറൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പറായിട്ടില്ല. പിന്നെ അവർക്ക് ഫണ്ട് കിട്ടാനുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ പോരായ്മ കൊണ്ട് അവരുടെ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റ് സ്ലോ ആയിട്ട് വരും. നെക്സ്റ്റ്, ഡ്യുവൽ റോൾ ഓഫ് വുമൺ. നമുക്കറിയാം അതൊരു വുമൺ ഓണ്ടർപ്രണറിന് ഫുൾ കോൺസെൻട്രേഷൻ ബിസിനസ്സിലേക്ക് എടുക്കാൻ പറ്റില്ല. അവർക്ക് ഫാമിലി കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ടൈമാണ് ബിസിനസ്സിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മെയിൽ ഓണ്ടർപ്രണറിന് അവരുടെ ഫുൾ എനർജി ബിസിനസ്സിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. പക്ഷെ ഒരു വുമൺ ഓണ്ടർപ്രണറിന് ഫാമിലി റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം മാത്രമേ ബിസിനസ്സിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അതാണ് ഡ്യുവൽ റോൾ. ഫാമിലി കാര്യങ്ങളും ചെയ്യണം, അതുപോലെ തന്നെ ബിസിനസ്. അങ്ങനെ ഡ്യുവൽ റോള് ഓഫ് വുമൺ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. ഫോർത്ത് പോയിൻറ്റ്, ലാക്ക് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ട്രെയിനിങ്. ഒരു വുമൺ ഓണ്ടർപ്രണർഷിപ്പിന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടോ ഒന്നും ഓണ്ടർപ്രണേഴ്സിന് കിട്ടുന്നില്ല. ലാക്ക് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ മാത്രമേ വുമൺ ഓണ്ടർപ്രണറിന് പ്രോപ്പറായിട്ട് ബിസിനസ് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ എഡ്യൂക്കേഷൻ കുറവാണ് അവർക്ക്. അപ്പോൾ എപ്പോഴും ട്രെയിനിങ്ങൊക്കെ അഡ്യൂക്കേറ്റ് ആയിട്ട് കിട്ടണം. ഈ ട്രെയിനിങ്ങിൻ്റെ അഭാവം വുമൺ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിറ്റ്. അതായത് ഇപ്പോൾ ഫാമിലി പ്രോബ്ലംസും ഫാമിലി മാറ്റേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് ഇൻഡിവിജ്വലായിട്ടൊരു സ്പിരിറ്റ് കുറയും. അവരുടെ ഫുൾ കോൺസെൻട്രേഷൻ ബിസിനസ്സിലേക്ക് ഇടാൻ പറ്റില്ല. അങ്ങനെ അവരുടെ ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിറ്റ് കുറയും. സിക്സ്ത് പോയിൻറ്റ്, ലാക്ക് ഓഫ് ഫ്രീഡം ടു ചൂസ് എ ജോബ് അക്കോർഡിംഗ് ടു എബിലിറ്റി, ഇൻഫ്ലുവൻസ് ഓഫ് സെക്സ്, കസ്റ്റം എക്സെട്ര.
വുമൺ ഓണ്ടർപ്രനർഷിപ്പിന് അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള ജോബ് സെലക്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് സെക്സ്, കസ്റ്റം എക്സെട്ര. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കസ്റ്റം അനുസരിച്ചൊക്കെ പർട്ടിക്കുലർ ജോബ് അവർക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതും വുമൺ ഓണ്ടർപ്രനർഷിപ്പിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. 7th, family burden due to the fact that the male partners of many women are working in Middle East countries. അതായത് ഇപ്പോൾ വുമൺ ഓണ്ടർപ്രനർഷിപ്പിൻ്റെ മെയിൽ എപ്പോഴും മിഡിൽ ഈസ്റ്റ് കൺട്രീസിലായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യണേ. അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് കുറവ് വുമൺ ഓണ്ടർപ്രനേഴ്സിന് വരും. അതും ഇൻഡസ്ട്രിയൽ വുമൺ ഓണ്ടർപ്രനർഷിപ്പിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. 8th പോയിന്റ്, ഇന്നാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഇപ്പം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പർ റോഡ്, ഇപ്പോൾ മെറ്റീരിയൽ വാങ്ങാൻ പോകാൻ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പോകാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ആഡിക്വേറ്റ് ആയിട്ടില്ല. അതും നമ്മുടെ വുമൺ ഓണ്ടർപ്രനർഷിപ്പിനെ അഫക്റ്റ് ചെയ്യും. ഇന്നാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. 9th പോയിന്റ്, ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടെക്നിക്കൽ നോഹൗ. ഇപ്പോൾ നമുക്കറിയാം വുമൺ ഓണ്ടർപ്രനർഷിപ്പിൻ്റെ പേരിൽ ലോൺ എടുക്കാൻ ചെന്ന ബാങ്കുകാർ അത് എടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ബിസിനസ് പൊളിയോ എന്നുള്ള പേടിയുണ്ട്. അതുപോലെ തന്നെ വുമൺ ഓണ്ടർപ്രനറിൻ്റെ ആഡിക്വേറ്റുള്ള പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവില്ല ലോൺ വയ്ക്കാനായിട്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഫാമിലി ഈ വുമൺ ഓണ്ടർപ്രനർഷിപ്പിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. അപ്പം പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടൊന്നും ഫാമിലിയിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അവർക്ക് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ വരും. നമുക്ക് ക്യാപിറ്റൽ അഡിക്വേറ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ റോ മെറ്റീരിയൽസ് വാങ്ങി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടെക്നിക്കൽ നോഹവും ഈ വുമൺ ഓണ്ടർപ്രനർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. 10th, ലാക്ക് ഓഫ് പ്രോപ്പർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. ഇപ്പോൾ ഒരു മീലിന് ട്രാൻസ്പോർട്ട് ചെയ്യണ പോലെ ഫീമെയിലിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും മെറ്റീരിയൽസ് ലാഭത്തിന് കിട്ടുന്നിടത്തുനിന്ന് അവർക്ക് വാങ്ങാനായിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റില്ല. ലാക്ക് ഓഫ് പ്രോപ്പർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. നെക്സ്റ്റ്, ഷോർട്ടേജ് ഓഫ് പവർ. നമ്മുടെ പവറിൻ്റെ കുറവുകൊണ്ടും വുമൺ ഓണ്ടർപ്രനർഷിപ്പിൻ്റെ ഫെയിലിയറിന് കാരണമാവും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് സെക്യൂരിറ്റി. നമുക്കറിയാം വുമൺ ഓണ്ടർപ്രനർഷിപ്പിന് പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി ഇല്ല. ഈ സെക്യൂരിറ്റിയുടെ കുറവുകൊണ്ട് തന്നെ അവർക്ക് പല സ്ഥലങ്ങളിൽ പോകാനോ സാധനങ്ങൾ വാങ്ങാനോ സെയിൽ നടത്താനോ ഒന്നും പറ്റാണ്ട് വരും. ഇതും ഓണ്ടർപ്രനർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, കറപ്ഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ കറപ്ഷനും ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ റീസൺസ് ഫോർ സ്ലോ ഗ്രോത്ത് ഓഫ് വുമൺ ഓണ്ടർപ്രനർഷിപ്പ് ഇൻ കേരള. ഫസ്റ്റ് പോയിന്റ്, അൺഫേവറബിൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. സെക്കൻഡ്, ലാക്ക് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ. തേർഡ്, ഡ്യുവൽ റോൾ ഓഫ് വുമൺ. ഫോർത്ത്, ലാക്ക് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ട്രെയിനിങ്. ഫിഫ്ത്ത്, ആബ്സെൻസ് ഓഫ് ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിറ്റ്. സിക്സ്ത്, ലാക്ക് ഓഫ് ഫ്രീഡം ടു ചൂസ് എ ജോബ് അക്കോർഡിംഗ് ടു എബിലിറ്റി, ഇൻഫ്ലുവൻസ് ഓഫ് സെക്സ്, കസ്റ്റം എക്സെട്ര. സെവൻത്ത്, ഫാമിലി ബർഡൻ ഡ്യൂ ടു ദി ഫാക്ട് ദാറ്റ് ദ മെയിൽ പാർട്ട്നേഴ്സ് ഓഫ് മെനി വുമൺ are working in Middle East countries. 8th, inadequate infrastructural facilities. 9th, shortage of capital. 10th, lack of proper transport and communication facility. 11th, shortage of power. 12th, lack of security. 13th, lack of ideal market condition. 14th, corruption in administration. Next, we move to the challenges of women entrepreneurs. First point, shortage of finance. Women and small entrepreneurs always suffer from inadequate fixed and working capital. They cannot raise external funds because they do not have tangible security to provide. അതായത് നമ്മുടെ വുമൺ ഓണ്ടർപ്രനർഷിപ്പിന് മെയിനായിട്ട് ഇന്നാഡിക്വേറ്റ് ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇന്നാഡിക്വസി വരും, ഷോർട്ടേജ് വരും. ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ, അതായത് അവർക്ക് എക്സ്റ്റേണൽ ഫണ്ട്സ് റൈസ് ചെയ്യാൻ പറ്റില്ല. ദേ കനോട്ട് റൈസ് എക്സ്റ്റേണൽ ഫണ്ട്സ് ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് ടാഞ്ചിബിൾ സെക്യൂരിറ്റി ടു പ്രൊവൈഡ്. ടാഞ്ചിബിൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല. ഇപ്പോൾ വുമൺ ഓണ്ടർപ്രനേഴ്സിന് അവരുടെ പേരിൽ പ്രോപ്പർട്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് മെയിൽ ഓണ്ടർപ്രനറിനെ മെയിലിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. മെയിൽ ഫാമിലി സപ്പോർട്ട് കുറവായിരിക്കും അവർക്ക്.
ഇപ്പോൾ ഏതെങ്കിലും പ്രോപ്പർട്ടി വെച്ച് ഫണ്ട് എടുക്കാനായിട്ടുള്ള ഫാമിലി സപ്പോർട്ട് കുറവായിരിക്കും. കാരണം അവർ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയർ ആവുമോ എന്നുള്ള ഭയം. അതുപോലെ തന്നെ ബാങ്കുകൾക്കും വുമൺ ഓണ്ടർപ്രനേഴ്സിനോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. കാരണം അവർക്കറിയാം ഇപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഫണ്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് ബാങ്കുകാരും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് വുമൺ ഓണ്ടർപ്രനറോട് കാണിക്കുന്നത്. അതുപോലെ തന്നെ സോ ദ വുമൺ ഓണ്ടർപ്രനർ റിലേ ഓഫൺ ഓൺ പേഴ്സണൽ സേവിങ്സ് ആൻഡ് ലോൺസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഫാമിലിയുടെ നിന്ന് ഫ്രണ്ട്സിൻ്റെ നിന്ന് കിട്ടുന്ന പേഴ്സണൽ ലോൺസിനെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അവർക്ക് ഫാമിലിയോ അല്ലെങ്കിൽ ബാങ്കുകളോ ഒന്നും പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഷോർട്ടേജ് ഓഫ് ഫിനാൻസാണ് വരുന്നത്. നെക്സ്റ്റ്, ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ. Women entrepreneur find it difficult to procure material and other necessary input. അതായത് വുമൺ ഓണ്ടർപ്രനറിന് ഇൻപുട്ട് സെലക്ട് ചെയ്യാനായിട്ട് പോകാനോ അങ്ങനത്തെയൊക്കെ ഇൻപുട്ട് ഇപ്പോൾ റയറായിട്ടുള്ള സ്ഥലങ്ങളിൽ കിട്ടുള്ള അങ്ങനത്തെ ഇൻപുട്സൊക്കെ കളക്ട് ചെയ്യാൻ പോകാനുള്ള ബുദ്ധിമുട്ട് അതും വുമൺ ഓണ്ടർപ്രനർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രോബ്ലമായിട്ട് വരുന്നതാണ്. Women entrepreneur find it difficult to procure material and other necessary input. Next, inadequate marketing facilities. Most of the women entrepreneurs depend upon intermediate for marketing their product. They exploit the woman entrepreneurship. Further, it is difficult for the woman entrepreneur to explore the market and to make their product popular. അതായത് ഇന്നാഡിക്വേറ്റ് മാർക്കറ്റിംഗ് ഫെസിലിറ്റിയിൽ പറയുന്നത് വുമൺ ഓണ്ടർപ്രനേഴ്സിന് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് അത് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഇൻ്റർമീഡിയറ്റിന്, മിഡിൽ മാനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ മിഡിൽ മാൻ വുമൺ ഓണ്ടർപ്രനറിനെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അവർ കൂടുതൽ ഫണ്ടൊക്കെ വാങ്ങി എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള, അതായത് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, സെയിൽസ് പ്രൊമോ, അവരുടെ പ്രൊഡക്റ്റ് പബ്ലിക്കിൻ്റെ ഇതിലേക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റീസും കുറവാണ്. നെക്സ്റ്റ് പറയുന്നത് കീൻ കോമ്പറ്റീഷൻ. അതായത് വുമൺ ഓണ്ടർപ്രനർഷിപ്പിന് മെയിൽ ഓണ്ടർപ്രനർഷിപ്പുമായിട്ട് ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. വുമൺ ഓണ്ടർപ്രനറിന് മെയിൽ ഓണ്ടർപ്രനേഴ്സുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. വുമൺ ഓണ്ടർപ്രനേഴ്സ് ഫേം ഫേസ് ടഫ് കോമ്പറ്റീഷൻ ഫ്രം മെയിൽ ഓണ്ടർപ്രനർ. മെയിൽ ഓണ്ടർപ്രനറിൻ്റെ നിന്ന് ടഫ് കോമ്പറ്റീഷനാണ് വുമൺ ഓണ്ടർപ്രനറിന് ഉണ്ടാവുക. ദേ കനോട്ട് അഫോർഡ് ടു സ്പെൻഡ് എ ലാർജ് സം ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അവർക്ക് അഡ്വർടൈസ്മെൻറ്റിനൊന്നും ഇപ്പം മെയിൽ ഓണ്ടർപ്രനർ സ്പെൻഡ് ചെയ്യണ പോലെ അത്രയും എമൗണ്ട് വുമൺ ഓണ്ടർപ്രനറിന് അഡ്വർടൈസ്മെൻറ്റിന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ കോമ്പറ്റീഷൻ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ അവർ ലോസിലേക്ക് പോയി ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പറഞ്ഞു വുമൺ ഓണ്ടർപ്രനറിന് ഇപ്പോൾ ഹൈ പ്രൈസ് ഓഫ് മെറ്റീരിയൽ, low productivity, underutilization of capacity, etc. account for high cost of production. അതായത് മെറ്റീരിയൽസിനുള്ള ഹൈ പ്രൈസ്, ലോ പ്രൊഡക്ടിവിറ്റി, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി, ഇതൊക്കെ കൊണ്ട് കോസ്റ്റ് കൂടുതലായിരിക്കും, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാമല്ലോ, ഒരു വുമൺ ഓണ്ടർപ്രനറിന് ഫാമിലിയിലെ റെസ്പോൺസിബിലിറ്റി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ബിസിനസ് കാര്യങ്ങളും ചെയ്യണം. ഡ്യുവൽ റെസ്പോൺസിബിലിറ്റിയാണ് വരുന്നത്. അതും ഫെയിലിയറിന് കാരണം. അവരുടെ ഫുൾ കോൺസെൻട്രേഷൻ വുമൺ ഓണ്ടർപ്രനർഷിപ്പിന് ബിസിനസ്സിലേക്ക് ഇടാൻ പറ്റില്ല, അതും ഫെയിലിയറിന് കാരണമാവും. നെക്സ്റ്റ്, ലോ മൊബിലിറ്റി. One of the biggest handicaps of women entrepreneurs is her inability to travel from one place to another for business purpose. അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടി ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള മൊബിലിറ്റിയുടെ അഭാവം, ഇതും വുമൺ ഓണ്ടർപ്രനർഷിപ്പിനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം, ഒരു ബിസിനസ് നടത്താനായിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം. വുമൺ ഓണ്ടർപ്രനേഴ്സിന് എഡ്യൂക്കേഷൻ, ഇലിറ്ററേറ്റ് വുമണാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അതും ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. ദർ എക്സിസ്റ്റ് എ ബിലീഫ് ദാറ്റ് ഇൻവെസ്റ്റിംഗ് വുമൺ എഡ്യൂക്കേഷൻ ഈസ് എ ലയബിലിറ്റി നോട്ട് ആൻ അസറ്റ്. ആ ഒരു തോട്ടുള്ളത് കൊണ്ട് തന്നെ വുമണിന് എഡ്യൂക്കേഷൻ കുറവായിരിക്കും. ആ എഡ്യൂക്കേഷൻ കുറവ് നമ്മുടെ ഓണ്ടർപ്രനർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, ലോ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്.
For success in business, what is important is need for achievement. Generally, women entrepreneur will not have strong need for achievement. അതായത് വുമൺ ഓണ്ടർപ്രണർഷിപ്പിന് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് കുറവാണ്. അതും പ്രോബ്ലമായിട്ട് വരും. വുമൺ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് പ്രോബ്ലമായിട്ട് വരും. നെക്സ്റ്റ്, ലോ കപ്പാസിറ്റി ടു ബിയർ റിസ്ക്. ഒരു വുമൺ ഓണ്ടർപ്രണർ എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് അല്ല. അവൻ എപ്പോഴും വുമൺ ഓണ്ടർപ്രണർ മെയിലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓൾ ദീസ് റെഡ്യൂസ് ഹെർ എബിലിറ്റി ടു ബിയർ ദ റിസ്ക്. അതായത് പുതിയ റിസ്കുകളൊക്കെ ഏറ്റെടുക്കാനായിട്ട് അത് ഡിഫിക്കൽട്ടായിട്ട് വരും. All throughout the life time, women lead to protected life dominated by family members. So she is not economically independent. All this reduce her ability to bear the business risk. അത് ബിസിനസ് റിസ്ക് എടുക്കാനുള്ള ഒരു എബിലിറ്റീനെ കുറയ്ക്കും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ട്രെയിനിങ്. നമുക്കറിയാം നമ്മുടെ വുമൺ ഓണ്ടർപ്രണേഴ്സിന് എഡ്യൂക്കേഷൻ കുറവാണ്. അതുപോലെ പ്രോപ്പറായിട്ട് ഇപ്പോൾ മെയിൽ ഓണ്ടർപ്രണറിന് കിട്ടുന്ന അത്ര ട്രെയിനിങ് ഫെസിലിറ്റീസ് വുമൺ ഓണ്ടർപ്രണറിന് കിട്ടുന്നില്ല. ലാസ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. Women entrepreneurs sometimes are not aware of technical developments and other information on subsidies and concession available to them. അതായത് ഒരു വുമൺ ഓണ്ടർപ്രണറിന് പ്രോപ്പറായിട്ട് ടെക്നോളജിയിൽ വരുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള അറിവുണ്ടാവില്ല. ടെക്നോളജി ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള നോളേജ് കുറവ്. ആൻഡ് അതർ ഇൻഫർമേഷൻ, അതായത് ഇപ്പോൾ എന്തൊക്കെ സബ്സിഡി കിട്ടും, എന്തൊക്കെയാണ് കൺസെഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ നോളേജ് കുറവും എന്തിനെ അഫക്റ്റ് ചെയ്യും? വുമൺ ഓണ്ടർപ്രണർഷിപ്പിനെ അഫക്റ്റ് ചെയ്യും. Women entrepreneurs sometimes are not aware of technical development and other information on subsidies and concession available to them. എന്തൊക്കെ കൺസെഷൻസ് അവർക്ക് കിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സബ്സിഡറി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വുമൺ ഓണ്ടർപ്രണറിന് അറിയാണ്ട് വരും. അതാണ് ലാക്ക് ഓഫ് ഇൻഫർമേഷനിൽ വരുന്നത്. These are the various problems affected by the woman entrepreneur. First point, shortage of finance. Second, shortage of raw material. Third, inadequate marketing facility. Fourth, keen competition. Fifth, high cost of production. Sixth, family responsibility. Seventh, low mobility. Eighth, lack of education. Ninth, low capacity to bear risk. 10th, social attitude. 11th, low need for achievement. 12th, lack of training. 13th, lack of information. Next, assignment question. First question, who is a woman entrepreneur? Second, what are the problems of woman entrepreneur? Third, what are the features of woman entrepreneur? Okay, thank you.